കരാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആരോപണം ഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷം. കരാറുമായി ബന്ധപ്പെട്ട മുഴുവൻ വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ കീഴിലായത് ദുരൂഹമെന്നാണ് പ്രതിപക്ഷ ആരോപണം. അത് ശരിയാണല്ലോ. ധനവകുപ്പ്, നിയമം, പൊതുഭരണം, ഈ വകുപ്പുകൾ മുഖ്യമന്ത്രി തുറമുഖം, ധനവകുപ്പ്, പൊതുഭരണം, നിയമം, ഇതെല്ലാം നമ്മുടെ മുഖ്യമന്ത്രി കയ്യിൽ. തുറമുഖം എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അത് ഒപ്പിടേണ്ടത് വി ഡി സതീശൻ. ഇനി അതിനുവേണ്ടി വല്ല നിയമത്തിൽ വലിയ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അതും ഒപ്പിടേണ്ട ആള് വി ഡി സതീശൻ. ഇനി ഇതിനൊക്കെ എല്ലാവരും കൂടിയിട്ട് ഒപ്പിടാൻ ഒരു മുഖ്യമന്ത്രി വേണമല്ലോ എന്ന് വെച്ചാൽ അതും വി ഡി സതീശൻ. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കള്ളത്തരവും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ വി ഡി സതീശൻ മാറിയിട്ടുണ്ടെന്നാണ്. അപ്പൊ നിങ്ങൾ പറയും, എടാ കമ്മി, നിങ്ങൾ രാവിലെ തന്നെ വന്നിരുന്നിട്ട് ഓരോന്നിങ്ങനെ ഇരുന്ന് പറഞ്ഞുണ്ടാക്കല്ലേ എന്നൊക്കെ നിങ്ങളിങ്ങനെ പറയും. അപ്പോഴാണ് ഞാനല്ല പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാനല്ലേ പറയുന്നത് നമ്മുടെ ഈ അരുൺകുമാറിനെ പോലുള്ള ആളുകളാണ്. അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുള്ളതാണ് അല്ലേ. അവർ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയും. കേട്ടോക്കിയേ. അനുനയ നീക്കത്തിന് അദാനി എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് വളരെ കൗതുകല്ലേ. ഇപ്പൊ വീട്ടില് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തില് അച്ഛനടുത്ത് ചില കാര്യങ്ങൾ പറയണം. പക്ഷെ അമ്മയും മക്കളും കൂടി ഇതങ്ങ് തീരുമാനമാക്കി കഴിഞ്ഞതിന് ശേഷം പതുക്കെ പോയി ഇത് അച്ഛനടുത്ത് അവതരിപ്പിക്കും. ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനം എടുക്കുമ്പോൾ അച്ഛൻ പ്രതികരിക്കും. അപ്പൊ അച്ഛൻ പറയും, ഞാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ചിലപ്പോ കാര്യമായിട്ടൊക്കെ ഒന്ന് പ്രതികരിച്ചു എന്ന് വരും. പക്ഷെ എല്ലാം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ എന്നുള്ളതാണ് നമുക്കുള്ളൊരു സംശയം. ഇല്ലെങ്കിൽ 13,000 കോടി രൂപയുടെയൊക്കെ ഒരു ഓഹരി ഒപ്പിടുമ്പോൾ അതോറിറ്റിയായ സ്റ്റേറ്റ് അറിയാതിരിക്കുമ്പോൾ, സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ് അറിയാതിരിക്കുമ്പോൾ അത് നിങ്ങൾ ഒപ്പിട്, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് വഴിയെ അനുമതിയൊക്കെ കൊടുത്താൽ മതിയല്ലോ. ഈ കഥയിലെ അച്ഛൻ ആരാണെന്ന് ചോദിക്കരുത്, ഒരു സംശയമുണ്ട്, നമ്മുടെ വി ഡി സതീശൻ മേനോൻ തന്നെയാണ് ആ ഒരു അച്ഛൻ. അങ്ങനത്തെ ഒരു അച്ഛനുള്ള സമയത്ത് നിങ്ങളൊക്കെ ഒപ്പിട്ടോളൂ. കാര്യങ്ങളൊക്കെ സഭയിൽ കുറച്ച് തള്ളക്കണ്ടായിരിക്കും. പിന്നെ ഞാനല്ലേ, എനിക്കൊരു പ്രത്യേക പ്രിവിലേജ് ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് എന്ത് നുണ വേണമെങ്കിലും പറയാം. ആ നുണയുടെ പിന്നാലെ പോയിട്ട് എന്നെ ആരും കുറ്റപ്പെടുത്താനും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. നിങ്ങൾ എന്താച്ചെങ്കിൽ ഒപ്പിടുകയും മറ്റൊക്കെ ചെയ്തോളൂ. ബാക്കിയൊക്കെ മെല്ലെ കാര്യങ്ങളൊക്കെ തീരുമാനമായിക്കൊള്ളും എന്നാണ് ഇപ്പോൾ നോക്കൂ ഒരു കഥയിലൂടെ നമ്മുടെ അരുൺകുമാർ അടക്കമുള്ള ആളുകൾ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് മാത്രം അവതരിപ്പിക്കാറുള്ളൂ. അങ്ങനെ പഠിച്ച് അവതരിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം ഇപ്പോഴും മാധ്യമ പ്രവർത്തകയിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. കൺസ്ട്രക്ഷൻ എഗ്രിമെന്റിന്റെ വയലേഷൻ കൊണ്ട് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ കരാറിൽ നിന്ന് അദാനി ഒഴിവാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കൂടുതൽ പോയാൽ ഒരു വിയോജിപ്പ് വേണമെങ്കിൽ രേഖപ്പെടുത്താം. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് റദ്ദാക്കിയാൽ ആർക്കാ നഷ്ടം? സംസ്ഥാന സർക്കാരിനാണ് നഷ്ടം. 8,000 കോടി അവിടെ ഇതിനകം നിക്ഷേപിച്ചു. 2,500 കോടി രൂപയാണ് ആകെ അദാനി നിക്ഷേപിച്ചിരിക്കുന്നത്. അതാകട്ടെ വിഴിഞ്ഞം പോർട്ട് തന്നെ ഗ്യാരണ്ടി വെച്ചുകൊണ്ടുള്ള ഒരു ലോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ അദാനിയാണ് ബിസിനസ്മാൻ. കച്ചവടം ചെയ്തെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. വിഴിഞ്ഞം പോർട്ട് വെച്ച് ലോൺ എടുക്കുക. ആ ലോൺ വെച്ച് ആദ്യത്തെ 2,500 രൂപ ആദ്യഘട്ടത്തിൽ 2,500 കോടി അടയ്ക്കുക. അതിനുശേഷം അതിന്റെ ഓഹരി 27,000 കോടി ഉണ്ടെന്ന് CA-കാരനെ കൊണ്ട് കൃത്യമായിട്ട് കണക്ക് കാണിക്കുക. എന്നിട്ട് അതിന്റെ 13,000 MSC കമ്പനിക്ക് കൊടുക്കുക. MSC കമ്പനി ബാക്കി പൈസ 13,000 ഇടുക. അടുത്തിടുന്ന 16,000 കോടി MSC തന്ന പൈസ. എങ്ങനെയുണ്ട് എന്റെ സുഹൃത്തുക്കളെ? നമ്മുടെ കേരളത്തെ വെച്ചിട്ട് എത്ര വൃത്തിയായിട്ടാണ് ചില കമ്പനികളൊക്കെ അല്ലേ ഈ ആകാശത്ത് ഒരു ചിത്രം വരച്ചിട്ട് ആ ചിത്രം വിൽക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള വിൽപ്പനകൾ നടക്കുന്നത്. ഇതൊക്കെ പരിപൂർണമായിട്ട് നമുക്കൊരു സംശയവും വേണ്ട. നോക്കൂ, 13,000 കോടിയുടെ ഒരു കരാറാണ്. ആ ഒരു കരാർ അങ്ങോട്ട് വേറെ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ വി ഡി സതീശൻ മേനോൻ ഗവൺമെന്റ് അതൊന്നും അറിഞ്ഞില്ല. ഞാൻ അടക്കം പത്രത്തിലൂടെയാണ് വായിച്ചറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നാളെ മറ്റന്നാളെ നമ്മുടെ കേരളത്തെ മുഴുവനാണ് വിറ്റിട്ട് ആ വിറ്റത് ഞാൻ പത്രത്തിലൂടെയാണ് അറിഞ്ഞതെന്നൊക്കെ ഇദ്ദേഹം നമ്മളോട് ഒന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? നോക്കൂ, നാളെ PSC മുഴുവൻ അങ്ങോട്ട് സ്വകാര്യവൽക്കരിക്കുന്നു അദാനിയൊക്കെ വന്നിട്ട്. അപ്പൊ വി ഡി സതീശൻ ചോദിക്കും, പറയണോ അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞേ. KSRTC മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്നു. എന്നിട്ട് ഇത് ചോദ്യം വരുമ്പോൾ പറയണം അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ പത്രങ്ങളിലൂടെ അറിഞ്ഞത്. നോക്കൂ, നമ്മുടെ വൈദ്യുതി വകുപ്പ് മുഴുവൻ സ്വകാര്യവൽക്കരിക്കുന്നു. അയ്യോ ഇത് എപ്പോഴേടെ ഉവേ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചിരി കണ്ട് കിട്ടിയ മതിയോ എന്റെ സുഹൃത്തുക്കളെ? പോരല്ലോ. ഇതാണ് പറയുന്നത്. ഇവിടെയാണ് വി ഡി സതീശനും പിണറായി വിജയനും വ്യത്യസ്തമായി നിൽക്കുന്നത്. നോക്കൂ, പിണറായി വിജയൻ ഈ ഒരു വിഴിഞ്ഞത്തിന്റെ ഈ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഗവൺമെന്റ് ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന്റെ
അവിടെ ഉണ്ടായിരുന്ന ഒരു IAS ഓഫീസർ ആയിരുന്നു നമ്മുടെ ദിവ്യ IAS അയ്യർ. നോക്കൂ, ഇവർ അധികാരത്തിൽ കയറിയിട്ട് ആദ്യം മാറ്റിയത് ദിവ്യ IAS അയ്യറെ ആയിരുന്നു. എന്തുകൊണ്ടാണ് ദിവ്യ IAS അയ്യരെ മാറ്റിയത്? എന്തുകൊണ്ടാണ് VD സതീശന് ദിവ്യ IASനെ S അയ്യറിനെ തീരെ ഇഷ്ടമില്ലാത്തത്? നമുക്കറിയാം, പിണറായി വിജയനോട് അപാരമായിട്ട് സ്നേഹമുള്ള ഒരാളാണ് ദിവ്യ IAS. ദിവ്യ IAS അയ്യർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ അപാരമായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്, അദ്ദേഹം ഒരു നമ്പർ 1 ആയിട്ട് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മനുഷ്യനാണെന്ന് പലപ്പോഴും ദിവ്യ IAS അയ്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ദിവ്യ IAS അയ്യർ എന്ന് പറയുന്ന ഇവർ ആ ഒരു തലപ്പത്ത് നമ്മുടെ ആ ഒരു എന്താ പറയുക പോർട്ടിന്റെ തലപ്പത്ത് ഉള്ളിടത്തോളം കാലം അവിടെ വഴിവിട്ടുള്ള ഒരു കാര്യവും നടത്താൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഒന്നും നടക്കരുന്നത്. എന്നാൽ VD സതീശൻ കേടിക്കഴിഞ്ഞാൽ എന്തും നടക്കും. ഇവിടെ എന്തും നടത്താം, എന്തെടുത്ത് കടത്താന്ന് പറഞ്ഞ വരികയാണ്. നോക്കൂ, ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ചില പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയായിരുന്നു. അതിന് അവർ നിന്നിട്ടില്ല, നല്ല ധൈര്യമായിട്ട് ചില കാര്യങ്ങൾ നീക്കിയിരുന്നു. കണ്ടില്ലേ, അവര് അദാനി ഗ്രൂപ്പിന് ഒരു കാരണവശാലും വഴങ്ങി കൊടുത്തിട്ടില്ല. അവരുടെ എല്ലാ തരത്തിലുള്ള മോശമായിട്ടുള്ള നീക്കത്തെയും നമ്മുടെ ദിവ്യ IAS അയ്യർ തടുത്തിരുന്നു. അങ്ങനെ ഇരിക്കുക, അത് പക്ഷേ ദിവ്യ IASനെ മാറ്റാനും പറ്റില്ല. പിണറായി വിജയൻ നിയമിച്ചതാണ്, പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭാഗമാണ്. പക്ഷെ അത്രയ്ക്ക് ആർജവമുള്ള ഒരാളെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് VD സതീശൻ ആദ്യം ചെയ്തത്. ഇങ്ങനെ ചെയ്തതൊക്കെ തുടക്കത്തിൽ മുതൽ തന്നെ ജനങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ അതുവരെ ഏറ്റവും ഗംഭീരമായിട്ട് ആ ഒരു പോർട്ടിന് കൊണ്ടുപോകുന്ന ചുമതലയുള്ള ആ ഒരു IAS ഓഫീസറെ മാറ്റിയത് എന്തിനാണ് എന്നൊക്കെ ഇപ്പം ഇരുന്ന് ആലോചിക്കുമ്പോൾ ഇതെല്ലാം അദാനി ഗ്രൂപ്പിന് ആ കള്ളക്കളികൾ നടത്താൻ വേണ്ടി VD സതീശൻ ഒരുക്കി കൊടുത്ത ഒരു നിലമല്ലേ എന്ന് സംശയം തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറയാവുന്നേ ഉള്ളൂ. ഇനി കൃത്യമായിട്ട് നമ്മുടെ പിണറായി വിജയൻ തന്നെ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രത്യേകത കാണേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ പരിശോധിക്കണം. ഒന്ന്, തുറമുഖം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആ മന്ത്രി കാണും. പിന്നെ നിയമവകുപ്പ് ചിലപ്പോൾ പരിശോധിക്കേണ്ടി വരും, ഇപ്പൊ നിയമമന്ത്രി കാണും. ചില ഘട്ടത്തിൽ ധനകാര്യ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ടാവും, ഇപ്പൊ ധനകാര്യമന്ത്രി കാണും. ഇവിടെയുള്ളൊരു പ്രത്യേകത, ഇതെല്ലാം ഒരാളാണ് എന്നുള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇതെല്ലാം. ഈ മന്ത്രിമാരെല്ലാം നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആരെയും നോക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. എല്ലാം ഒറ്റയ്ക്കാവാം. അങ്ങനെ ഒരു ഒറ്റക്കലം പുഴുങ്ങി തിന്നാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ കടലിനൊക്കെ വിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോഴെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പൂക്കിച്ചിരിയാണെന്ന് മറ്റും പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഇരിക്കലുണ്ടാവത്തുള്ളൂ. ബൈ.